Types of section plane. സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഇമാജിനറി ട്രാൻസ്പെറൻറ്റ് പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യണം. ദർ ആർ 5 types of section planes. First one, horizontal section plane. Second, vertical section plane. Third, auxiliary inclined section plane. Fourth, auxiliary vertical section plane. Last one, section plane parallel to profile plane. അതിൽ ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ. പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP and parallel to HP. This section plane is parallel to HP and perpendicular to VP. എല്ലാ സെക്ഷൻ പ്ലെയിൻസും വൺ ഓഫ് ദ പ്രിൻസിപ്പൽ പ്ലെയിൻസ്, അതായത് HP-ക്കോ VP-ക്കോ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതതിൻ്റെ വേർട്ടിക്കൽ ട്രേസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ പ്ലെയിനെ എക്സ്റ്റെൻഡ് ചെയ്ത് VP-യിൽ മീറ്റ് ചെയ്യുന്ന ലൈനാണ് അതിൻ്റെ വേർട്ടിക്കൽ ട്രേസ്. ഓക്കെ, അപ്പോൾ ആ വേർട്ടിക്കൽ ട്രേസ് ആണ് ഇതിൻ്റെ സെക്ഷൻ ലൈൻ. സെക്ഷൻ ലൈൻ ഓഫ് എ ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ. ഇതിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഓൾവേസ് എബോ XY ലൈൻ ആൻഡ് പാരലൽ ടു XY ലൈൻ. ഈ സ്ക്വയർ പിരമിഡിനെ ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ, പ്ലെയിൻ പാരലൽ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ഒബ്സർവർ മുകളിലാണ്, അതുകൊണ്ട് ഈ ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ സർഫസ് ആണ് ഈ സ്ക്വയർ പിരമിഡിൻ്റെ സെക്ഷൻ. ഇതിൻ്റെ സെക്ഷൻ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ ഒക്കെയാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ സെക്ഷൻ ലൈൻ ഓൾവേസ് XY ലൈനിന് മുകളിലായിരിക്കും. ചെയിൻ തിൻ സിംഗിൾ ഡാഷ് ലൈനാണ് യൂസ് ചെയ്യുന്നത്, ബട്ട് തിക്ക് അറ്റ് ബോത്ത് എൻഡ്. വ്യൂയിങ് ഡയറക്ഷൻ കൂടെ നമ്മൾ ആരോ ഹെഡ് യൂസ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് മീൻസ് മുകളിൽ നിന്നാണ് വ്യൂ ചെയ്യുന്നത്, ടോപ്പ് പോർഷനാണ് റിമൂവ് ചെയ്യുന്നത്. ഓൾവേസ് XY ലൈനിൻ്റെ മുകളിലായിരിക്കും. ഇതതിൻ്റെ വേർട്ടിക്കൽ ട്രേസ് ആണ്. തൊട്ട് മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതൊരു സ്ക്വയർ പിരമിഡ് ആയിരുന്നു. ആ സ്ക്വയർ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ, അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സെക്ഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ സെക്ഷൻ ലൈൻ ഇതേപോലൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും XY ലൈന് പാരലൽ. ബട്ട് അങ്ങനെ ഒരു സെക്ഷൻ ലൈൻ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ പൊസിഷൻ നമുക്കറിയണം. അത് നമുക്ക് പ്രോബ്ലത്തിൽ തരും. സംടൈംസ് ബൈസെക്റ്റിംഗ് ദ ആക്സസ് ഓർ 10 mm below the apex or 30 mm above the base. Vertical section plane. Section plane parallel to VP and perpendicular to HP. ഈ പ്ലെയിൻ എവിടെയാണ് ലൈനായിട്ട് കാണുക? ഏത് ഡയറക്ഷൻ നോക്കുമ്പോഴാണ്? ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ HP-യിൽ ഇത് ഒരു ലൈനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ്റെ സെക്ഷൻ ലൈൻ ഓർ കട്ടിംഗ് ലൈൻ. അപ്പോൾ അത് ഓൾവേസ് XY ലൈനിന് ബിലോ ആയിരിക്കും, XY ലൈനിന് പാരലൽ ആയിരിക്കും. കൺസിഡർ എ സ്ക്വയർ പ്രിസം resting on its base on HP and its base edges are equally inclined to VP. അത് നമ്മളൊരു വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് HP-ക്ക് പെർപെൻഡിക്കുലർ, VP-ക്ക് പാരലൽ ആയിട്ടുള്ള സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഈ റെഡ് കളർഡ് പോർഷൻ റിമൂവ് ആകുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ സെക്ഷൻ. ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് സെക്ഷണൽ വ്യൂ കിട്ടുക. ടോപ്പ് വ്യൂവിൽ ഈ ഷേപ്പാണ് കിട്ടുക. ഫ്രണ്ട് വ്യൂവിൽ ഇതിൻ്റെ സെക്ഷണൽ ട്രൂ ഷേപ്പ് തന്നെ കിട്ടും, കാരണം സെക്ഷൻ പ്ലെയിൻ ഈസ് പാരലൽ ടു VP. സെക്ഷൻ ലൈൻ ഓൾവേസ് ബിലോ XY ലൈൻ ആയിരിക്കും. ചെയിൻ തിൻ സിംഗിൾ ഡാഷ് യൂസ് ചെയ്ത് വരയ്ക്കുക. തിക്ക് അറ്റ് ബോത്ത് എൻഡ്, ഈ ഡയറക്ഷനിലാണ് വ്യൂ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ പ്രിസം, എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻഡ് ടു VP and resting on its base on HP. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ,
വരച്ചു. ഇറ്റ് ഈസ് കട്ട് ബൈ വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ. ദെൻ അതിൻ്റെ സെക്ഷൻ ലൈൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബ്ലത്തിൽ ഈ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും. ആക്സിസിൽ നിന്ന് 10 mm ഇൻ ഫ്രണ്ട് ഓർ 10 mm എവേ ഫ്രം ആക്സിസ് എന്നൊക്കെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ട്രീസ് ആയിരിക്കും. ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിൻ. തേർഡ് വൺ, സെക്ഷൻ പ്ലെയിൻ inclined to HP, perpendicular to VP. This is auxiliary inclined section plane. You can see the section plane is inclined to HP and perpendicular to VP. Auxiliary inclined plane section line അത് ഈ പ്ലെയിൻ ലൈനായിട്ട് കാണുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്. ബട്ട് അത് XY ലൈനിന് ഇൻക്ലൈൻഡ് ആണ്. അതതിൻ്റെ വേർട്ടിക്കൽ ട്രേസ് ആണ്. സെക്ഷൻ ലൈൻ ഓർ കട്ടിംഗ് ലൈൻ ഓൾവേസ് എബോവ് XY ലൈൻ, അതായത് ഫ്രണ്ട് വ്യൂവിലായിരിക്കും. ഇതിൻ്റെ വ്യൂയിങ് ഡയറക്ഷൻ ഇതായിരിക്കും. ആ പ്ലെയിൻ്റെ വേർട്ടിക്കൽ ട്രേസ് ആയിരിക്കും. അപ്പോൾ പെൻറ്റഗണൽ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP, one base edge perpendicular to VP, it is cut by an auxiliary inclined plane. ഇപ്പോൾ കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു HP ആണ്, പെർപെൻഡിക്കുലർ ടു VP ആണ്. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് പോസിബിൾ ആണ്. അപ്പോൾ ഒരു പ്ലെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പൊസിഷൻ തന്നിരിക്കും. ദാറ്റ് ഈസ് ബൈസെക്റ്റിംഗ് ദ ആക്സിസ് ഓർ 10 mm ബിലോ ദ അപ്പെക്സ്. അങ്ങനെ ഇത് ഈ ഒരു സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്കതിൻ്റെ വ്യൂ സെക്ഷൻ സർഫസ് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ കൂടാതെ ട്രൂ ഷേപ്പ് കൂടെ വരയ്ക്കണം. കാരണം നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് പ്ലെയിനും സെക്ഷൻ പ്ലെയിൻ പാരലൽ ടു HP ഓർ VP. ഈ കേസിൽ അങ്ങനെയല്ല, ഇതൊരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ഇപ്പോൾ ടോപ്പ് വ്യൂവിൽ കിട്ടുക റിഡ്യൂസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ ഷേപ്പാണ് കിട്ടുക. ട്രൂ ഷേപ്പ് കിട്ടില്ല. ട്രൂ ഷേപ്പ് കിട്ടണമെങ്കിൽ ഈ സെക്ഷൻ പ്ലെയിന് പാരലായിട്ട് ഒരു വേറൊരു പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ട് ഇപ്പം ഈ പ്ലെയിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലെയിൻ്റെ അതിൻ്റെ ട്രൂ ഷേപ്പ് കിട്ടും. തൊട്ട് മുമ്പേ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പെൻറ്റഗണൽ പിരമിഡായിരുന്നു. അതിനെ ഒരു ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ബൈസെക്റ്റിംഗ് ആക്സിസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രിയിൽ നമുക്ക് സെക്ഷൻ ലൈൻ വരയ്ക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ വ്യൂയിങ് ഡയറക്ഷൻ, ഇതാണ് അതിൻ്റെ സെക്ഷൻ ലൈൻ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടും, സെക്ഷൻ ടോപ്പ് വ്യൂ. ഇതിൻ്റെ ട്രൂ ഷേപ്പ് ഇതിന് പാരലായിട്ടൊരു പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ട് ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അതിൻ്റെ കിട്ടും. ഓക്സിലറി വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ, പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു VP, പെർപെൻഡിക്കുലർ ടു HP. ഇതാണ് ഓക്സിലറി വേർട്ടിക്കൽ പ്ലെയിൻ. പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HPക്ക് പെർപെൻഡിക്കുലർ ആണ്, ഇൻക്ലൈൻ ടു VP ആണ്. VP തന്നെയാണ്, VPനെ ഇൻക്ലൈൻ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇത് HPക്ക് ഓക്സിലറി VP. ഈ പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെക്ഷൻ ലൈൻ ഈ പ്ലെയിൻ ലൈനായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത് ടോപ്പ് വ്യൂവിലാണ്, HPയിലാണ്. ബട്ട് അത് ഇൻക്ലൈൻ 5 ഡിഗ്രി സം ഡിഗ്രി ടു VP ആയിരിക്കും. ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ്റെ സെക്ഷൻ ലൈൻ ഓൾവേസ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും ബിലോ XY ലൈൻ ആൻഡ് ഇൻക്ലൈൻ ടു XY ലൈൻ. അത് നമുക്ക് ടോപ്പ് വ്യൂവിലാണ് കിട്ടുന്നത്. ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ്റെ സെക്ഷൻ ലൈൻ ഓർ കട്ടിംഗ് ലൈൻ XY ലൈന് ബിലോ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ചെയിൻ തിൻ സിംഗിൾ ഡാഷ് തിക്കറ്റ് ബോത്ത് ആൻഡ് line making some degree with the XY line, viewing direction ഇതായിരിക്കും. സ്ക്വയർ പ്രിസം റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP, one base edge parallel to VP. അതിന് ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യണം. സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ഈ റെഡ് കളറിലെ പോർഷൻ ഒബ്സർവർ ഈ ഡയറക്ഷൻ ഉണ്ടാവുക. ഒബ്സർവർ നിയറായിട്ടുള്ള ഈ പോർഷൻ റിമൂവ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഷേപ്പാണ് ഇതാണ് അതിൻ്റെ സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ,
ഈ ഷേപ്പ് ആയിരിക്കും. ഫ്രണ്ട് വ്യൂവിൽ ആണ് സെക്ഷൻ കാണുന്നത്. ബട്ട് ഫ്രണ്ട് വ്യൂവിൽ ആ സെക്ഷൻ ട്രൂ ഷേപ്പ് ആയിരിക്കില്ല. കാരണം ഈ ലൈൻ ഇൻക്ലൈൻ ടു വി പി ആണ്. അപ്പോൾ ഈ ലൈനിൻ്റെ പ്രൊജക്ഷൻ ഈ ഡയറക്ഷനിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതാ റെഡ്യൂസ്ഡ് ലെങ്ത് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ട്രൂ ഷേപ്പ് ആയിരിക്കില്ല. ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്ലെയിന് പാരലായിട്ട് ഇവിടെ വേറൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. ഈ ഡയറക്ഷനിലേക്ക് ഇതിനെ വ്യൂ ചെയ്യുമ്പോൾ ഈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ട്രൂ ഷേപ്പ്. അപ്പോൾ സെക്ഷൻ ലൈൻ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ടോപ്പ് വ്യൂവിലാണ്. എക്സ് വൈ ലൈന് ഇൻക്ലൈൻഡ് ആണ്. ദെൻ പാസ് ചെയ്യുന്ന പോയിൻ്റൊക്കെ പ്രോബ്ലം തരും. ഈ ആക്സിസിൽ നിന്ന് ഷോർട്ടസ്റ്റ് 10 mm ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ഡീറ്റെയിൽസ് പ്രോബ്ലത്തിൽ തന്നിരിക്കും. ആ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതിനെ ഒരു ഓക്സിലറി വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നു. ഇത്രയും ഈ പോർഷനാണ് റിമൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ഇവിടെ കാണാൻ പറ്റും. ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്ലെയിനിന് പാരലായിട്ടൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യും. ഇവിടെ ഇതിൻ്റെ ട്രൂ ഷേപ്പ് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ പ്ലെയിൻ പാരലൽ ടു പ്രൊഫൈൽ പ്ലെയിൻ, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. സെക്ഷൻ ലൈൻ ഫ്രണ്ട് വ്യൂവിൽ വെർട്ടിക്കൽ ലൈൻ കിട്ടും, ടോപ്പ് വ്യൂവിലും വെർട്ടിക്കൽ ലൈൻ കിട്ടും. കാരണം കൺസിഡർ ചെയ്ത പ്ലെയിൻ ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. ഈ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തെങ്കിൽ ഓക്സിലറി ടോപ്പ് വ്യൂ ആയിട്ടുള്ള സെക്ഷണൽ വ്യൂസ് ആണ് കിട്ടുക. ഈ എച്ച് പിക്ക് പാരലായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്സിലറി ഫ്രണ്ട് വ്യൂ ആയിട്ടുള്ള സെക്ഷണൽ വ്യൂ ആണ് കിട്ടുക. ജനറലി ഫോളോ ചെയ്യുന്നത് ഓക്സിലറി ടോപ്പ് വ്യൂ വരയ്ക്കലാണ്. ഇവിടെ സൈഡ് വ്യൂവിൽ ട്രൂ ഷേപ്പ് കിട്ടും, സെക്ഷണൽ വ്യൂ കിട്ടും. ഈ പ്ലെയിനിൽ സെക്ഷൻ ലൈൻ എക്സ് ലൈന് മുകളിലും കിട്ടാം, എക്സ് ലൈന് താഴെ ഉണ്ടാകും. സൈഡ് വ്യൂവിൽ ആണ് സെക്ഷണൽ വ്യൂസ് കിട്ടാറ്. സെക്ഷണൽ ടോപ്പ് വ്യൂ ആയിട്ടുള്ള സൈഡ് വ്യൂ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും. സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ അത് എക്സ് ലൈന് താഴെയായിട്ട് ഇവിടെ വരും. സെക്ഷൻ പ്ലെയിൻസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ there are 5 types of section planes. First one, horizontal section plane, perpendicular to VP ആണ്, parallel to HP ആണ്. അതുകൊണ്ട് സെക്ഷൻ ലൈൻ എബോ എക്സ് വൈ ലൈനിന് പാരലൽ ആയിരിക്കും. അതതിൻ്റെ വേർട്ടിക്കൽ ട്രേസ് ആയിരിക്കും. അടുത്തത് വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ, പെർപെൻഡിക്കുലർ ടു എച്ച് പി, പാരലൽ ടു വി പി. ടോപ്പ് വ്യൂവിൽ എക്സ് വൈ ലൈന് പാരലായിട്ട് സെക്ഷൻ ലൈൻ കിട്ടും. വ്യൂയിങ് ഡയറക്ഷൻ ഇതാണ്, അതിൻ്റെ ഹൊറിസോണ്ടൽ ട്രേസ് ആയിരിക്കും. നെക്സ്റ്റ് തേർഡ് വൺ, ഓക്സിലറി ഇൻക്ലൈൻ, പെർപെൻഡിക്കുലർ ടു വി പി, ഇൻക്ലൈൻ ടു എച്ച് പി. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ടു വി പി ആണ്. 1ഉം 3ഉം പെർപെൻഡിക്കുലർ ടു വി പി ആകുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ വെർട്ടിക്കൽ ട്രേസ് ആയിരിക്കും സെക്ഷൻ ലൈൻ. ഈ കേസിൽ ഇൻക്ലൈൻ ടു എച്ച് പി ആണ്. ഇത് പാരലൽ ടു എച്ച് പി, ഇൻക്ലൈൻ ടു എച്ച് പി. അതുകൊണ്ട് എക്സ് വൈ ലൈന് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഈ ഇൻക്ലിനേഷൻ പ്രോബ്ലത്തിൽ തീറ്റ ഡിഗ്രി വിത്ത് എച്ച് പി തന്നിട്ടുണ്ടാവും. വ്യൂയിങ് ഡയറക്ഷൻ ഇതാണ്, ഇതതിൻ്റെ വേർട്ടിക്കൽ ട്രേസ് ആണ്. ഫോർത്ത് വൺ, ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ, പെർപെൻഡിക്കുലർ ടു എച്ച് പി, ഇൻക്ലൈൻ ടു വി പി. പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ്, ഇതും പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ്. അപ്പോൾ എച്ച് പി ആകുമ്പോൾ എക്സ് വൈ ലൈന് താഴെയാണ് സെക്ഷൻ ലൈൻ കിട്ടുക. ബട്ട് ഇത് ഇൻക്ലൈൻ ടു വി പി ആയതുകൊണ്ട് എക്സ് വൈ ലൈന് ഇൻക്ലൈൻഡ് ആയിരിക്കും. വ്യൂയിങ് ഡയറക്ഷൻ ഇൻക്ലൈൻ 5 ഡിഗ്രി വിത്ത് എക്സ് വൈ ലൈൻ, വിത്ത് മീൻസ് 5 ഡിഗ്രി വിത്ത് വി പി. ഇതതിൻ്റെ ഹൊറിസോണ്ടൽ ട്രേസ് ആയിരിക്കും. ഇനി ലാസ്റ്റ് കേസ് സെക്ഷൻ പ്ലെയിൻ പാരലൽ ടു പ്രൊഫൈൽ പ്ലെയിൻ. പ്രൊഫൈൽ പ്ലെയിൻ്റെ പാരലൽ ആണെങ്കിൽ അത് എച്ച് പിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, വി പിക്കും പെർപെൻഡിക്കുലർ. അപ്പോൾ എച്ച് പിക്കും പെർപെൻഡിക്കുലർ ആണ്, വി പിക്കും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ സെക്ഷൻ ലൈൻ പ്ലെയിൻ ഏതിനാണോ പെർപെൻഡിക്കുലർ കിടക്കുന്നത് അവിടെയാണ് കിട്ടുക. അപ്പോൾ അത് ഈ കേസിൽ എക്സ് വൈ ലൈന് മുകളിലും കിട്ടും, എക്സ് വൈ ലൈന് താഴെയും കിട്ടും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് വ്യൂവിലാണ് നമുക്ക് സെക്ഷണൽ വ്യൂ കിട്ടുന്നത്.